എന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്ത് നിങ്ങളെ കാണാൻ ഐ എം ഗോയിങ് ത്രൂ എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഓരോ സ്ഥലത്ത് വന്ന് താമസിച്ച് നിങ്ങളോട് കൂടെ ഇൻറ്ററാക്ട് ചെയ്യാനും വളരെ സന്തോഷമാണ് നേർക്ക് നേർ കാണുവാൻ. ഈ ദിവസങ്ങളിൽ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു സ്ഥലം പോലും കാണത്തില്ലായിരിക്കും ഞാൻ വരാത്തത്. സോ ഇറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ഐ എം എക്സ്പെക്റ്റിംഗ് മൈറ്റിയർ തിങ്സ് ഓഫ് ഗോഡ് ടു കം അപ്പോൺ അവർ നേഷൻസ് ഓഫ് ഇന്ത്യ. നൗ യേശു ക്രിസ്തു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നമ്മൾ തിരുവെഴുത്തിനകത്ത് വായിക്കുമ്പോഴൊക്കെ ഒരു വാക്കാണ് എപ്പോഴും ആവർത്തിച്ചു വരുന്നത്: ദൈവരാജ്യം. യേശു വന്ന് പറയാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. ദൈവരാജ്യം നിൻ്റെ മധ്യത്തിലുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ അകത്ത് വരുന്നു. ദൈവരാജ്യത്തിൻ്റെ വിവിധ ആസ്പെക്ട്സ്. ദൈവരാജ്യം ഒരു നിധി കണ്ടെത്തിയ മനുഷ്യനെ പോലെ. വാസ്തവത്തിൽ ദൈവരാജ്യം കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് അവനെ അന്വേഷിപ്പീൻ, സീക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്വേഷിക്കുന്നവർക്ക് ഇത് ലഭിക്കുന്നത്, അല്ലാത്തവർക്ക് ഇത് പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് പരസ്യ ശുശ്രൂഷ കാലത്ത് പോലും യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ, ടു ദ അതേഴ്സ് ഇറ്റ് വിൽ ബി ടോക്ഡ് ആസ് പാരബിൾസ്, ബട്ട് ടു യു ദ മിസ്റ്ററീസ് വിൽ ബി റിവീൽഡ്. സീക്ക് ചെയ്യുന്ന, യേശുവിൻ്റെ പിന്നിൽ നടക്കുന്ന, യേശുവിനെ അതിയായി സ്നേഹിക്കുന്നവർക്ക് രാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടും. യേശുവിനെ തന്നെ വെളിപ്പെട്ട് കിട്ടും. അല്ലാത്തവർക്ക് അവർ വരുന്നത് താൽക്കാലിക കാര്യങ്ങൾ നടപ്പിലാക്കാനാണ്. ആ കാര്യങ്ങൾ യേശു നടപ്പിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷേ മർമ്മങ്ങൾ പറയുന്നത്, ഉദാഹരണം, അത്ഭുതങ്ങളും അടയാളങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ പിന്നിൽ എല്ലാവരും വന്നത്. യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്നെ പിൻഗമിക്കുന്നത് എന്നെയല്ല, ഞാൻ അപ്പം തന്നതുകൊണ്ടാണ്. പക്ഷേ ആരോടും വീണ്ടും ജനനത്തെ കാര്യം പറഞ്ഞില്ല. യേശു നല്ല ഉപദേശങ്ങൾ കൊടുത്തു ദൈവരാജ്യത്തിൻ്റെ. പക്ഷേ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഈ അത്ഭുതങ്ങൾ നടക്കുന്നതെന്ന് തൻ്റെ അടുക്ക് വന്ന് സീക്ക് ചെയ്യുന്ന, അന്വേഷിക്കുന്ന നിക്കോദിമോസിനോട് മാത്രമാണ് യേശു പറയുന്നത്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഈ രാജ്യം കാണത്തില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ഇതിൽ പ്രവേശിക്കത്തില്ല. സീക്ക് ചെയ്യുന്ന, അന്വേഷിക്കുന്ന, ഒബ്സർവ് ചെയ്ത് അതിനെ പിന്തുടരുന്നവർക്ക് കർത്താവ് തൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കും. ഈ തിരുവെഴുത്തിനകത്ത് വീണ്ടും ആവർത്തിക്കാം, ഒരു മതത്തിൻ്റെ കാര്യമേ അല്ല. യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ വക്താവുമല്ല, ഒരു രാജ്യത്തിൻ്റെ രാജാവാണ്. കാണാത്തൊരു രാജ്യം. അതുകൊണ്ടാണ് യേശു തന്നെ പിലാത്തോസിന് മുമ്പിൽ കൊണ്ടുപോകുമ്പോഴും താൻ പറഞ്ഞത്, മൈ കിങ്ഡം ഇസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ അല്ല എൻ്റെ രാജാവ്. ഞാൻ ഈ ലോകത്തിൽ രാജാവാകാനല്ല നോക്കുന്നത്. എൻ്റെ രാജ്യം അൺസീൻ വേൾഡാണ്, വിച്ച് ഇസ് മോർ പവർഫുൾ. നൗ ആ രാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ആണ് യേശു ക്രിസ്തു അതിൻ്റെ പാരബിൾസായിട്ട് പറഞ്ഞത്. ദൈവരാജ്യം കടുകുമണി എന്ന പോലെ നടുമ്പോൾ ഏറ്റവും ചെറുതാണ്, പക്ഷേ അത് വിശാലമാകും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് നടക്കുന്ന ഒരാൾ ദൈവിക വളർച്ച പ്രാപിക്കുമെന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാം. ദൈവികമായ വളർച്ച, ദൈവരാജ്യപ്രകാരമുള്ള വളർച്ച ലഭിക്കും താൻ ആ തത്വങ്ങളിൽ നടക്കുമ്പോൾ. എന്താണ് ഈ തത്വങ്ങൾ? ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള തത്വങ്ങൾ എന്താ? അതാണ് ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള മെസ്സേജുകളെല്ലാം. ഉദാഹരണത്തിന്, എല്ലാം അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുടുംബജീവിതം. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് എല്ലാം കുടുംബജീവിതത്തിലെ അനുഗ്രഹം. ആ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, നിങ്ങൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കാറുണ്ട്. നിങ്ങൾ TV പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യാറുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിൻ്റെ പ്രതിഫലമുണ്ട് നിശ്ചയം. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ പേര് എടുത്ത് ഞാൻ പറയുന്നില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, രഹസ്യമായി അറിയുന്ന ദൈവം പരസ്യമായി നിങ്ങളെ മാനിക്കും. പലപ്പോഴും
പലപ്പോഴും ചിലർ പറഞ്ഞ് ഞങ്ങളുടെ പേരൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നല്ലതായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇവിടെ ഈ ഷൂട്ടിംഗ് ഫ്ലോറിൻ്റെ തൊട്ട് പുറയിൽ 24 മണിക്കൂർ പലവിധ ലൈൻസ് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 2, യേശു പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായ തത്വമാണ് രഹസ്യമായി ചെയ്യുന്നവനെ പരസ്യമായി ദൈവം മാനിക്കും. നിങ്ങൾ രഹസ്യമായിട്ട് ഇതിന് ചെയ്യുമ്പോൾ ദൈവം അത്ഭുതകരമായി കർത്താവ് നിങ്ങളെ വിടുവിക്കും. നൗ പ്രിൻസിപ്പിൾസ്. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഈ 3 കാര്യങ്ങൾ, നീതി കർത്താവ് തരുന്നതാണ്, സന്തോഷം കർത്താവ് തരുന്നതാണ്, സമാധാനം സർവ്വബുദ്ധിയും കവിയുന്ന സമാധാനം, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ ആട്രിബ്യൂട്ട്സാണ്. അതിൻ്റെ അടിസ്ഥാനം അതെങ്ങനെയാണ് ലഭിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്ന ആഡഡ് ടു യു എന്നാണ്. യേശു ക്രിസ്തു അതിൻ്റെ തൊട്ട് താഴെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ആരംഭിക്കുന്ന അവർ ഫാദർ ഇൻ ഹെവൻ, അവർ ഫാദർ ഇൻ ഹെവൻ, ഹാലോഡ് ബി ദൈ നെയിം. മൈ ഫാദർ ഇൻ ഹെവൻ എന്നല്ല, അവർ ഫാദർ, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ തന്നെ സ്വാർത്ഥത അവിടെ നിന്ന് മാറി. ഇറ്റ് ഈസ് അവർ ഫാദർ, ഇറ്റ് ഈസ് അവർ കിങ്ഡം. ഇന്ന് പലപ്പോഴും പലയിടത്തും കോമ്പറ്റീഷൻ, ഇങ്ങനെ അവരെക്കാളും വലുതാകണം, ഇവരെക്കാളും വലുതാകണം. എന്നാൽ അതല്ല. ഈ ടെൻഷനും പ്രയാസവും വരുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ കമ്പീറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ നോക്കുക. പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നതും അവിടെയാണ്. അവരെക്കാളും എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. ഇപ്പുറത്തെ വശം സമാധാനമാർക്കാമെന്ന് ഞാൻ പറയാം. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ പർപ്പസിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഉറപ്പ് ആണ് സമാധാനം. എന്നെ ആക്കി വെച്ചിട്ട്, ഞാനൊരു ഡോക്ടറാണെങ്കിൽ ചിലർ പറയും എൻ്റെ പുറത്ത് ഭയങ്കര പ്രഷറാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എന്നോട് പറയാം, ഭയങ്കര പ്രഷറാണ് തങ്കുപ്രേറെ, ഹോസ്പിറ്റലിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. യു ഷുഡ് ഡു ഇറ്റ്. നിങ്ങളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പം വിശ്വസ്തയോടെ ചെയ്യണം. അപ്പോൾ തന്നെ അവിടുത്തെ പർപ്പസ് എന്താ? അവിടെ ചുറ്റുമുള്ള രോഗികളും മറ്റ് ഡോക്ടർമാരും നിങ്ങളെ കാണുമ്പോൾ അവർക്ക് സമാധാനവും ആശ്വാസവും ഉണ്ടാകണം. അവിടെ ദൈവം ആക്കി വച്ചിരിക്കുന്ന സ്ഥലമാണ്. സോ എൻ്റെ പർപ്പസിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ബോധം വന്നാൽ ഒരു ടെൻഷനും ഒരു പ്രശ്നവും വരത്തില്ല. ഒരു ജോലി ചെയ്യാനും നമുക്ക് മടി കാണത്തുമില്ല. സ്വാർത്ഥത വരുമ്പോഴാണ് പ്രയാസവും, എനിക്കതിൽ കിട്ടിയില്ലല്ലോ. യേശു പ്രാർത്ഥന പറയുമ്പോൾ തന്നെ വരെ അവർ ഫാദർ ഇൻ ഹെവൻ, ഹാലോഡ് ബി ദൈ നെയിം, ദൈ കിങ്ഡം, അങ്ങയുടെ രാജ്യം വരണം. എവിടെ? എൻ്റെ അകത്ത് വരണം. ആ രാജ്യം എങ്ങനെ സ്ഥാപിക്കപ്പെടും? യോർ വിൽ ബി ഡൺ, അങ്ങയുടെ ഹിതം നടക്കണം. സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും. സ്വർഗത്തിലൊരു ഡെമോക്രസിയല്ല നടക്കുന്നത്. സ്വർഗത്തിൽ നടക്കുന്നത് കിങ്ഡമാണ്, ഏകാധിപതി, ധന്യനായ ഏകാധിപതി. രാജാവ് പറയും സ്വർഗത്തിൽ അതുപോലെ ഡിസിപ്ലിനാണ് നിൽക്കുന്നത്. പണ്ട് അവിടെ ഒരു ഇൻഡിസിപ്ലിൻ നെഗളം മുഖാന്തരമുണ്ടായി. ലൂസിഫർ എന്ന ദൂതൻ താൻ വിചാരിച്ചു താൻ വലിയ, അതോടെ അവിടുന്ന് എടുത്തു കളഞ്ഞു. ഡിസിപ്ലിനാണ് അവിടെ. 2 ചോദ്യമൊന്നുമില്ല, 2 ദൈവം പറ്റത്തില്ല, ഒന്നേ ഉള്ളൂ. ആ വിൽ, ദൈവത്തിൻ്റെ വിൽ എൻ്റെ വില്ലായി മാറുമ്പം യു ആർ അലൈൻഡ് ഫോർ എവറി ബ്ലെസ്സിങ് ഓഫ് ഗോഡ്. അലൈൻമെൻറ്റാണ്. എൻ്റെ വില്ലും ദൈവത്തിൻ്റെ വില്ലും രണ്ടായിരിക്കുമ്പം ഒരിക്കലും സമാധാനം സ്വസ്ഥതയും വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവഹിതം എന്താ? ദൈവഹിതമാണ് ലേഖനങ്ങളിൽ ഡൂസ്, അല്ലാത്തത് ഡോൺസ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ ഇതാണ്, അനുഗ്രഹമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ക്ഷമിച്ചും തമ്മിൽ പൊറുത്തും സമാധാനത്തിൽ ജീവിക്കുക. എല്ലായിടത്തും ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ പ്രാർത്ഥനാ വിഷയം ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും. പക്ഷേ ഒരു ഭാര്യയും ഭർത്താവും അവരഭിമുഖീകരിക്കുന്ന പ്രശ്നം, അവരുടെ വേദനയോടെ ഒരു മനസ്സോടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അതിനേക്കാളും വലിയ റിസൾട്ട് വേറെ ലോകത്തിലൊന്നുമില്ല. അതിനുവേണ്ടി സ്പെഷ്യൽ അനോയിൻറ്റിംഗ് ഉള്ളവരാരുമില്ല.
ആ വേദനയോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പലവിധമായ പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതം എനിക്കറിയാം. ഞാനും എൻ്റെ കൂട്ടാളി അനിയും ഇന്നും രാവിലെ, എല്ലാം രാവിലെയും വൈകിട്ടും ഞാൻ യാത്രയിലാണ്, ഫോണിലൂടെയും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബത്തിലെയും കുടുംബജീവിതത്തിലെയും കർത്തൃത്വം യേശുവെ അങ്ങയുടെ കരങ്ങളിലാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ എന്തോ പവർ കൊണ്ടല്ല നടക്കാൻ പോകുന്നത്. നമ്മൾ ഒരു മനസ്സ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കും. കുടുംബമാണ് വാസ്തവത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവസാനം വരുന്ന സ്ഥലം എവിടെയാണ്? ഭവനമാണ്. ഭവനത്തിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. ആ ഇറങ്ങി പുറപ്പെടുന്ന സ്ഥലം സ്വർഗമായിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ സ്വർഗം എന്ന് പറയുന്നത് ഭവനമാണ്. അതിനകത്ത് എങ്ങനെ അതിൻ്റെ ദൈവത്തിൻ്റെ ഹിതം എന്താ? ഒരു ഭാര്യ ഭർത്താവും യേശുവും സഭയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പുരുഷൻ, സഭയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സഹോദരി അല്ലെങ്കിൽ ഭാര്യ. ഇവർ രണ്ടുപേരുടെയും കുടുംബം, കുഞ്ഞുങ്ങൾ, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് പിതാവും നമ്മളും കൂടെയാണ്. സോ സ്വർഗത്തിൻ്റെ മീനിയേച്ചർ എവിടെ ആരംഭിക്കുന്നത്? കുടുംബം. അതുകൊണ്ട് തന്നെയാണ് കുടുംബജീവിതത്തിലാണ് എല്ലാം അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. അപ്പം ദൈവരാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എന്ന് പറയുമ്പോൾ നോക്ക്, യേശു ക്രിസ്തുവിൻ്റെ നിങ്ങൾ ശുശ്രൂഷകൾ നോക്കിയാൽ ഹി പ്രീച്ച്ഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ പ്രസംഗിച്ചു. അതിനെ തുടർന്ന് സർവ്വദീനക്കാരെയും സൗഖ്യമാക്കി, ദൈവരാജ്യത്തിൻ്റെ പവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. യേശു ചെല്ലുന്നിടത്തെല്ലാം ശൂന്യതകളുള്ളിടത്ത് അവിടെയും ദൈവരാജ്യം പ്രസംഗിച്ചു, ശൂന്യതകൾ മാറ്റി. തനിക്ക് മനസ്സിലായി ജനങ്ങളുടെ നീഡ്സ് ആണ് അവരുടെ ഉള്ളിലെ ആഗ്രഹം. അവർക്കതിൻ്റെ അപ്പുറം നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. അങ്ങനെ തൻ്റെ പിന്നാലെ ഇങ്ങനെ ആൾക്കാർ ജനം നടക്കുന്നത് കണ്ടപ്പോൾ ഇടയനില്ലാതെ ആടുകളെ ചെതറിക്കിടക്കുന്നത് കണ്ട് ഹി ഹാഡ് കമ്പാഷൻ ഓൺ ദം. കാര്യം അവരിത്രയും ഈ കാര്യങ്ങളിൽ മാത്രമാണല്ലോ നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് മത്തായി സുവിശേഷം അവസാന ഭാഗമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് 10-ാം അധ്യായം ശിഷ്യന്മാരെ വിടുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പോയി അവരോട് പറയണം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ രാജ്യത്തിൻ്റെ സുവിശേഷം നിങ്ങൾ പറയണം, എന്നിട്ട് രോഗികളെ സൗഖ്യമാക്കണം, പവർ കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഇന്നും സംഭവിക്കുന്ന സെയിമാണ്. ഇന്നും നമ്മൾ പ്രസംഗിക്കുന്നത് ദൈവരാജ്യമല്ല, നമ്മൾ പല ആവശ്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യജീവൻ്റെ വില ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. കർത്താവ് രണ്ടാമത്തെ വരുന്നുണ്ട്, അതിനു വേണ്ടിയുള്ള ഒരുക്കമില്ല. സഭയെന്ന് പറയുന്നത് ലോകവും സഭയും തമ്മിലുള്ള വേർപാട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ബാഹ്യമായ വസ്ത്രധാരണയിലും എന്ന് വെച്ചാൽ ഈ ബാഹ്യമായ വേർപാടല്ല ഞാൻ പറയുന്നത്. ഇൻ എവ്രിതിങ്, വാക്കിനകത്തും സംസാരത്തിനകത്തും, രുചിയുള്ള സംസാരം, സ്നേഹത്തിലും എല്ലാം ഇറ്റ്സ് ഡിഫറെൻറ്റ്. ദ ചർച്ച് ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ദ വേൾഡ് ഷുഡ് ബിക്കം ദ ചർച്ച്. അപ്പോൾ അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് കുടുംബമാണ്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, ഒരു ഭാര്യയും ഭർത്താവും ആർക്കും സ്പെഷ്യലായിട്ട് ഒന്നും തന്നിട്ടില്ല. ആരും വലിയവരുമല്ല ചെറിയവരുമല്ല. എല്ലാം നടക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളിൽ നിന്നാൽ ഇതെല്ലാം ചേർക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചു, എന്നോട് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും, ദാരിദ്ര്യം മാറട്ടെ. എന്നാൽ അത് താൽക്കാലികമാണ്. സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിലോ ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ ഈ വിഷയത്തിൽ നിന്ന് വിടുവിച്ചതിനായി സ്തോത്രം, അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം. അവരെ ഒന്നിച്ച് പ്രാർത്ഥിക്കാതിരിക്കുവാൻ ദുഷ്ടൻ്റെ തന്ത്രമാണ് തമ്മിൽ സംശയിപ്പിക്കുക, പരാതിയും പെറുവെറുപ്പും പറയുക, ദേഷ്യപ്പെടുത്തുക. അവർക്കൊന്നിച്ച് ഓപ്പൺനെസ് അല്ല, എല്ലാം ക്ലോസ്ഡാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാതിരിക്കാൻ സീക്രട്സ് വെച്ചിരിക്കുന്നു, ഭർത്താവ് ഭർത്താവിനോട് പറയാതിരിക്കാൻ സീക്രട്സ് വെച്ചിരിക്കുന്നു. ഒരു ഫ്രീഡം കിട്ടുന്നില്ല. അതിനോട് അനുബന്ധിച്ച് തമ്മിൽ കുറ്റം പറയുക,
ചിരിക്കുന്നത് പിശാച്. യോജിപ്പിച്ച ദൈവം എന്തിനാ? ദൈവരാജ്യം നിങ്ങളുടെ കുടുംബത്തിലൂടെ ലോകം മുഴുവൻ കാണാൻ എന്താ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ. ഒരു ദൈവ പൈതൽ പരാജയപ്പെടുമ്പോൾ അത് ക്രിസ്തു യേശുവിൻ്റെ പരാജയമായിട്ടാണ് കാണുന്നത്. കാര്യം യേശുവിൻ്റെ നാമം നിങ്ങളുടെ നാമത്തോട് അറ്റാച്ച്ഡാണ്. ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് പരാജയപ്പെടുമ്പോൾ കമ്പനിക്ക് നാണം കേട്. ആ ഒരു സാധനം പോയാൽ പോയി, അല്ലല്ല, കമ്പനി ഉടനെ അത് തിരിച്ചെടുക്കുക. കാര്യം എന്താ? എൻ്റെ പേര് അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരെ ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ആ തത്വങ്ങളിൽ നിൽക്കുവാനാണ്. അതാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരുവീൻ. ആരെ അനുഗ്രഹിക്കണമെന്നാണ്? ആദ്യത്തെ അനുഗ്രഹം എവിടെയാണ് വരേണ്ടത്? ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും. അതുകൊണ്ടാണ് 6-ാമത്തെ വാക്യം പറയുന്നത്, ഇത് 1 പത്രോസ് 3:9 ഞാൻ പറഞ്ഞത്. 6-ാമത്തെ വാക്യം, ഇത് 3-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ, ഭാര്യമാരെ be submissive to your own husbands, even if some do not obey the word, they without the word may be won by the conduct of their wives. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവ് വചനത്തെ അനുസരിക്കാത്തവരാണേ പോലും അവർക്ക് നിങ്ങൾ കീഴ്പ്പെടണം. അവർ പ്രാർത്ഥനയ്ക്ക് വരാത്തവരാണേ പോലും സ്വന്തം ഭർത്താവിന് കീഴ്പ്പെടണം. ദൈവരാജ്യത്തിൻ്റെ മർമ്മമാണ്. എന്നാൽ അവർ വിശ്വാസികളാണെങ്കിലോ, അവിടെ താഴെ ഇതിരിക്കുക, സാറ എങ്ങനെയാണ് ഭാര്യ ഭർത്താവ് ബന്ധം? സാറ ഭർത്താവിനെ യജമാനനെ എന്ന് വിളിച്ച് ആദരം കൊടുത്തതുപോലെ, യജമാനനൊന്നും വിളിക്കണ്ട. ഇന്ന് ഭാര്യ ഭർത്താവ് എടാ പോടാന്നായി, ഫ്രണ്ട്ഷിപ്പാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഭർത്താവിന് കൊടുക്കേണ്ടിയ അംഗീകാരവും ബഹുമാനവും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഭർത്താവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. മറ്റുള്ളവരുടെ മുമ്പിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഹൃദയത്തിൽ വേണം ആദരിക്കുക. എത്രമാത്രം ആദരിക്കേണ്ടത്? യേശുവിനെ ആദരിക്കുന്ന പോലെ. അപ്പോൾ തന്നെ പുരുഷന്മാരോട് പറയാണ്, ഹസ്ബൻഡ്സ് ലൈക്ക്വൈസ് ഡ്വെൽ വിത്ത് ദം വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗിവിങ് ഓണർ ടു ദ വൈഫ്. ഓണർ യുവർ വൈഫ്. ഭാര്യയെ ബഹുമാനിക്കണം. അവരോട് വിവേകത്തോടെ അണ്ടർസ്റ്റാൻഡിങ്ങോടെ വേണം അവരോട്, ആസ് എ വീക്കർ വെസൽ. ഭാര്യമാരെ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത്, സ്ത്രീ എന്ന് പറയുന്നത് ബലഹീന പാത്രം എന്ന് പറഞ്ഞാൽ അവർ ബലഹീനരൊന്നുമില്ല, ആ പുരുഷനെ പോലെ തന്നെ ശക്തന്മാരാണ്. എന്നാൽ ഇമോഷണൽ സ്വിങ്സ് പുരുഷനേക്കാളും അധികമാണ് സഹോദരിമാർക്ക്. ഒരിക്കലും സ്ത്രീയെ അടിച്ചമർത്താൻ നോക്കരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു സാധനം. ഒരിക്കലും ദേ ആർ നോട്ട് ഓഫ് എ ലെസർ ഗ്രേഡ്. അവരോട് ഇടപെടുമ്പോൾ പുരുഷന്മാർ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് അണ്ടർസ്റ്റാൻഡിങ്ങോടെ, അണ്ടർസ്റ്റാൻഡ് ദം, ഓണർ ദം. അവർക്ക് കൊടുക്കേണ്ടിയ ബഹുമാനം കൊടുക്കണം. അവരെ ഒന്ന് മനസ്സിലാക്കണം. ചില സമയത്ത് അവർ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്ന അവരുടെ ആ അകത്തെ ഹോർമോണൽ ചേഞ്ചസ്. എൻ്റെ വീട്ടിലുള്ള സ്നേഹവും കരുതലും കണ്ടപ്പോൾ തനിക്കൊരു വ്യത്യാസം എന്തോ മനസ്സിലായി. ഞാൻ സുവിശേഷം പറയാതെ തന്നെ ക്രിസ്തുവിൻ്റെ വകയായി അനി. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവരാജ്യം എന്ന് പറയുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ ആദ്യമേ തുടങ്ങേണ്ടത് നമ്മുടെ ഭവനങ്ങളിലാണ്. ലോകത്തിന് വലിയ സുവിശേഷം പറയാം, പക്ഷേ ഭവനത്തിൽ വേണം അതിൻ്റെ സ്വർഗത്തിൻ്റെ ആരംഭം. നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതായിരിക്കണം ആദ്യത്തെ സ്വർഗം. ഞാൻ പ്രാർത്ഥിക്കുന്നത് കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി. ഭാര്യ ഭർത്താവിനെ അനുഗ്രഹിക്കണം, ഭർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കണം. നിങ്ങൾ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ കൈ കോർത്ത് പിടിച്ച് ഒന്ന് അനുഗ്രഹിച്ച്, ഇപ്പോൾ ഒന്ന് മനഃപൂർവ്വമായി ക്ഷമിച്ച്, ഹൃദയത്തിൽ നിന്നും കർത്താവേ, ഞാൻ ഹൃദയപൂർവ്വമായി എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കുന്നു, ഭാര്യയെ അനുഗ്രഹിക്കുന്നു വാന്നൊന്ന് പറഞ്ഞേ. ഭാര്യയെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത്, അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, അവളെ ബഹുമാനിച്ച്, രഹസ്യത്തിലല്ല പരസ്യമായി ബഹുമാനിച്ച്. നമ്മുടെ ഭയം എങ്ങാനും ബഹുമാനിച്ചാൽ നമ്മുടെ തലേ കയറട്ടെ എന്ന് വേറെ ആരും അല്ലല്ലോ, നമ്മുടെ ഭാര്യമാരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരോട് മനസ്സിലാക്കണം, അവരെ മനസ്സിലാക്കി അവരെ സ്നേഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളിൽ സമാധാനവും, അവിടെ സ്വർഗം ആരംഭിക്കണം.
സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും അങ്ങയുടെ ഹിതം നടക്കണം. സ്വർഗത്തിൽ എങ്ങനെയാണോ സമാധാനം, സ്വർഗത്തിൽ എങ്ങനെയാണോ സബ്മിസിവ്നെസ്, അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും ഉണ്ടാകണം. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ തന്നെ ശാരീരികമായ അസ്വസ്ഥതകൾ മാറട്ടെ. ആർത്രൈറ്റിസ് ഇപ്പോൾ തന്നെ മാറട്ടെ. എല്ലാവിധമായ രോഗങ്ങളും പരിപൂർണ സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്ന മുമ്പേ നിങ്ങൾ ഭാര്യ ഭർത്താവ് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. എന്നിട്ട് വിളിച്ച് സാക്ഷ്യം പറയണം. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് വിടുതലായി. അത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കാണുന്നത് എനിക്ക് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണും വരെയും കർത്താവ് അനുഗ്രഹിക്കും.